Hi children, welcome back to geography class. Okay, in last class we discussed about rotation. On the basis of we discussed something, what is the speciality of day and night, how that occurred and everything we discussed earlier. അല്ലേ, ഡേയും നൈറ്റും എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എന്താണ് റൊട്ടേഷൻ, എന്താണ് ഇൻക്ലിനേഷൻ ഓഫ് ദ എർത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. ടുഡേ ദ കണ്ടിന്യൂഷൻ ഫോർ ദ പ്രീവിയസ് ടോപ്പിക് ഹിയർ ഈസ് റെവല്യൂഷൻ. ഓക്കെ, വാട്ട് ഈസ് ദ ടുഡേസ് ടോപ്പിക്? റെവല്യൂഷൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് റെവല്യൂഷനെ കുറിച്ചാണ്. റൊട്ടേഷനിലൂടെയാണ് നമുക്ക് ഡേയും നൈറ്റൊക്കെ ഉണ്ടാവുന്നത്. അന്നത്തായി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ഈസ് റെവല്യൂഷൻ. The earth revolves around the sun is an elliptical orbit at a speed of 29.8 kilometers per second or about 1 lakh kilometers per hour. അല്ലേ, ഒരു മണിക്കൂറിനുള്ളിൽ 1 lakh കിലോമീറ്റർ അതിനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ 29.8 കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡ്, ആ ഒരു തോതിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ദെൻ But even at this great speed, the earth takes 365 days and 6 hours to complete one revolution. റൊട്ടേഷനും റെവല്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ, റൊട്ടേഷനിലാണ് എന്ത് വരുന്നത്, ഡേയും നൈറ്റൊക്കെ. ഈ റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് ഉണ്ടാവുന്നത്, 24 hours ആണ് അല്ലേ. 24 hours ഈസ് ഈക്വൽ ടു 1 day ആണ് അല്ലെ, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. അതിൽ പിന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഡേ പ്ലസ് നൈറ്റാണ്. ഡേയും നൈറ്റും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റൊട്ടേഷനിൽ പഠിച്ചിട്ടുള്ളത്. മറന്നു പോകരുത്. ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ 1 day അതാണ്. പക്ഷേ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 year ആണ് വരുന്നത്, ഒരു വർഷമാണ് അല്ലേ. 1 year എന്ന് പറയുമ്പോൾ നമുക്കറിയാം 365 days ആണ്, 365 ദിവസമുണ്ട്. അതിൻ്റെ കൂടെ 6 മണിക്കൂർ എക്സ്ട്രാ ഉണ്ട്. 365 days and 6 hours ആണ് കറക്റ്റായിട്ട് 1 year എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ even at this great speed, the earth takes 365 days and 6 hours to complete one revolution. This period of time is called 1 year. This period of time is called 1 year. ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്, 1 year എന്ന് പറഞ്ഞത്. അപ്പോൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 1 day ആണ്, റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 year ആണ്. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ഒരു വട്ടം ഇങ്ങനെ കറങ്ങി വരുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുന്നതാണ് 24 hours എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുന്നത്. റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം അല്ലേ കറങ്ങി വരുന്നതിനെയാണ്. ദാറ്റ് മീൻസ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ ഈസ് ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അറ്റ് സ്പീഡ് ഓഫ് 29.8 kilometers per second or about 1 lakh kilometers per hour. But even at this great speed, the earth takes 365 days and 6 hours to complete one revolution. ഒരു റവല്യൂഷൻ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് 365 ഡേയ്സും 6 hours എടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ വി വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് ലീപ്പ് ഇയർ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്ക് വരുന്നതാണ് ലീപ്പ് ഇയർ. ലീപ്പ് ഇയർ വി സേ ഇൻ മലയാളം ആദിവർഷം എന്ന് പറയും. എന്താ പറയണത്, ആദിവർഷം. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം നൗ വി റീച്ച് ഇൻ ഡിസംബർ അല്ലേ. ഇപ്പോൾ നമ്മൾ ഡിസംബർ മാസത്തിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് month, that is January. What is the speciality of January? Okay, we know that our new year അല്ലേ, നമുക്ക് ഒരു പുതുവർഷം വരികയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ പുതിയ കലണ്ടറൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കലണ്ടറിൽ നമുക്കറിയാം ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു മന്ത് ഉണ്ട്, ദാറ്റ് ഈസ് ഫെബ്രുവരി അല്ലേ. എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് ഫെബ്രുവരിയിൽ 28 ദിവസം, ചില മാസങ്ങളിൽ അല്ലെ ചില വർഷം നോക്കുമ്പോൾ 29 ദിവസം ഉണ്ടാവും അല്ലേ. ചില കൂടുതൽ നോക്കുമ്പോൾ 28, അല്ലാതെ ഇടയ്ക്കൊക്കെ 29 ദിവസം കാണാം. ആ 29 ദിവസം കലണ്ടറിൽ കാണുന്നത് അതാണ് ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ആ ലീപ്പ് ഇയർ ഉണ്ടാകുന്നത്? നമ്മൾ പറഞ്ഞു ഒരു വർഷം എന്ന് പറഞ്ഞാൽ 1 year ഈസ് ഈക്വൽ ടു 365 days പ്ലസ് 6 hours ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നാമത്തെ വർഷം. രണ്ടാമത്തെ വർഷം എഗെയിൻ സെയിം തിങ്. മൂന്നാമത്തെ വർഷവും എഗെയിൻ സെയിം തിങ്, 365 days പ്ലസ് 6 hours. നാലാമത്തെ വർഷവും 300 ഇങ്ങനെ വന്നു. ഇപ്പോൾ 4 വർഷമായിട്ടോ. ഇത് 4ാമത്തെ വർഷമായപ്പോൾ ഇത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ 4 വർഷമായപ്പോൾ ഫസ്റ്റത്തെ വർഷം
65 ഇതോടെ കൂട്ടി അപ്പോൾ 4 വർഷം 6 മണിക്കൂർ വീതം വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ 4ാമത്തെ വർഷം 365 ഡേയ്സും ഉണ്ടായിരുന്നു. ഒരു 1 ഡേ എക്സ്ട്രാ വന്നു. ഇത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതെപ്പോഴും ഫിക്സഡ് ആണ്. ഈ 6 മണിക്കൂർ 6 + 6 12, 12 + 6 18, 18 + 6 24. 24 hours എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ഡേ ആണെന്ന്. അപ്പോൾ 365 ഡേ പ്ലസ് 1 ഡേ അല്ലേ, 365 ഡേയ്സിൻ്റെ കൂടി ഈ 1 ഡേയും കൂടെ കൂട്ടുമ്പോൾ 366 ഡേയ്സ് ഉള്ള ഒരു വർഷമുണ്ട്. അത് എത്ര വർഷം കൂടുമ്പോഴാണ്? 4 വർഷം കൂടുമ്പോൾ. ആ വർഷത്തെയാണ് നമ്മൾ എന്ത് പറയണത്? ലീപ്പ് ഇയർ എന്ന് പറയണത്. അതാണ് ആദ്യ വർഷം. ആ ലീപ്പ് ഇയറിലാണ് ഫെബ്രുവരിയിൽ 29 ദിവസം നമുക്ക് കലണ്ടറിൽ കാണാൻ പറ്റുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്താ ലീപ്പ് ഇയർ എന്നുള്ളത്? ഓക്കെ, സ്ട്രിക്ട്ലി സ്പീക്കിംഗ് 1 year is 365 days and 6 hours, but to make things simpler, we take 1 year to be 365 days. The extra 6 hours each year and up to 24 hours or a day in 4 years. Thus, every 4th year we add an extra day to a year. Such a year which has 366 days is called a leap year. ഓക്കെ, ഓരോ വർഷവും നമുക്കറിയാം 365 ഡേയ്സ് പ്ലസ് 6 hours ആണ്. അടുത്ത വർഷം ആ 6ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ 12 hours ആവും, പിന്നെ 18 hours ആവും, ലാസ്റ്റ് ആകുമ്പോൾ 24 ആവും. അപ്പോഴാണ് ഒരു ദിവസം എക്സ്ട്രാ ഉണ്ടാകുന്നത്. ദിസ് ഈസ് കാൾഡ് ലീപ്പ് ഇയർ. ഓക്കെ, the month of February has 29 days instead of 28. 28-ന് പകരമായി, ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറഞ്ഞാൽ പകരമായി, 28-ന് പകരമായി നിങ്ങൾ കലണ്ടറിൽ ഫെബ്രുവരിയിൽ 29 ഡേയ്സ് കാണുകയാണെങ്കിൽ ദാറ്റ് ഈസ് ലീപ്പ് ഇയർ. ഈസ് ഇറ്റ് ക്ലിയർ? ദെൻ you know that the earth axis is inclined to the earth orbital plane. നമ്മൾ പഠിച്ചു ഇൻക്ലൈൻഡ് ആണ്, ചെരിവുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതിന് ചെറുതായിട്ടൊരു ചെരിവ് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ഇൻക്ലൈൻഡ് എന്ന അല്ലെ ഓർബിറ്റൽ പ്ലെയിനിൽ. സോ ഇറ്റ് ഈസ് ഓൾവേസ് സ്ലൈറ്റ്ലി tilted in the same direction as the earth revolves around the sun. This makes each hemisphere tilt towards the sun during half the year and away from it during the other half. Between 21 March and 23rd September, the North Pole remains inclined towards the sun. Between 23 September and 21 March, the North Pole is tilted away and the South Pole is tilted towards the sun. The Earth tilt and motion around the sun has the following consequences. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ചെറുതായിട്ടൊരു ടിൽറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചെരിവുണ്ട് എന്ന് പറഞ്ഞാൽ ഇൻക്ലിനേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ്, നോർത്തിൽ എങ്ങനെയാണ്, സൗത്തിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. You know that the earth axis is inclined to the earth orbital plane. എർത്തിൻ്റെ ഓർബിറ്റൽ പ്ലെയിനിലാണ് ഈ ടിൽറ്റ് വന്നിട്ടുള്ളത് അല്ലെ, സഞ്ചാരപഥത്തിലാണ് ചെറുതായിട്ടൊരു ചെരിവുള്ളത്. So it is always slightly tilted in the same direction as the earth revolves around the sun. ഒരേ ഡിറക്ഷനിൽ തന്നെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, സണ്ണിന് ചുറ്റും ഇതിങ്ങനെ റിവോൾവ് ചെയ്യണത്, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് സെയിം ഡിറക്ഷനിലാണ്. എപ്പോഴും എർത്ത് വെസ്റ്റിൽ നിന്നിങ്ങനെ ഈസ്റ്റിലേക്കാണ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. This makes each hemisphere tilt towards the sun during half the year and away from it during the other half. ഇതുകൊണ്ട് തന്നെ ഇത് ഒരേപോലെ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. ഈ 2 ഹെമിസ്ഫിയറിലും ഒരുപോലെ തന്നെയാണ് ഈ ടിൽറ്റ് ഉള്ളത്. 6 month ആണെങ്കിൽ ഇവിടെയും 6 month തന്നെയാണ്. ഓക്കെ, ദെൻ ഹിയർ ബിറ്റ്വീൻ 21 March and 23 September, the North Pole remains inclined towards the sun. അല്ലേ, നോർത്ത് പോൾ ഇൻക്ലൈൻ ടുവാർഡ്സ് ദ സൺ എന്ന് പറയണ ആ ഒരു 6 month എന്ന് പറയണത് 21 March തൊട്ടിട്ട് 23rd September വരെയാണ്. 21 March ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. 21 March to 23rd September അല്ലേ, മാർച്ച് 21 മുതൽ മാർച്ച് 23 വരെയാണ് ഇതിൻ്റെ നോർത്തിൽ ഇൻക്ലിനേഷൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ. ലിസൺ, ബിറ്റ്വീൻ 23 September ആൻഡ് March 21. ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ്, 23 September തൊട്ടിട്ട് March 21 വരെ ആയിരിക്കും സൗത്തിൽ. ഓക്കെ, 21 March, the North Pole is tilted away and the South Pole is tilted towards the sun. ആ സമയത്ത് സൗത്ത് പോൾ tilted towards the sun.
The earth tilt and motion around the sun has the following consequences. അപ്പോൾ ഇങ്ങനെ ഈ നോർത്ത് പോളിലും സൗത്ത് പോളിലുള്ള ഈ ടിൽറ്റും ഉണ്ട്. അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, അല്ലെങ്കിൽ അനന്തരഫലങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, അൺഈക്വൽ ഡേയ്സ് ആൻഡ് നൈറ്റ്. ഇങ്ങനെ ആയതുകൊണ്ട് എന്താണ് ഇവിടെ ഉണ്ടാകുന്നത്? അൺഈക്വൽ ഡേയ്സ് ആൻഡ് നൈറ്റ് അല്ലേ, തുല്യമല്ല. എപ്പോഴും ഈ രാത്രിയും പകലെന്ന് പറയുന്നത് ഒരേ ഇതിലല്ല, അവിടെ കുറച്ച് ചേഞ്ചസ് വരും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, unequal days and night. Okay, that is the first one, unequal days and night. You may have noticed that in some season days are longer than night and in other nights are longer than days. Let us see why this happens. You may have noticed that in some season days are longer than night. ചിലപ്പോൾ ചില സീസണിൽ അറിയാമല്ലേ, ഡേയ്സ് ആർ ലോങ്ങർ ദാൻ നൈറ്റ്. ഇപ്പോൾ നമുക്കറിയാൻ പറ്റും ചില അവസരങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ നോയമ്പൊക്കെ എടുക്കുന്ന സമയത്തായിരിക്കും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക, ഒരുപാട് ലേറ്റായിട്ടാണ് ബാങ്കൊക്കെ കൊടുക്കുന്നതിൽ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 6-6:15 ഉള്ളിലൊക്കെ ചിലപ്പോൾ ബാങ്ക് കൊടുക്കാറുണ്ട്. അപ്പോഴേക്കും ഇരുട്ട് വീണിട്ടുണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ 6:45 ആവും, ചിലപ്പോൾ 7 മണിയുടെ അടുത്തേക്ക്. അപ്പോൾ അതിനനുസരിച്ച് എന്താ, പകൽ കൂടുതൽ സമയം, രാത്രി കുറവുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? ഹിയർ ഈസ് എ സർട്ടൻ ചേഞ്ചസ്. വി വാണ്ട് ടു ഡിസ്കസ് ദാറ്റ് ഹിയർ. നോർത്തേൺ ഹെമിസ്ഫിയർ ടിൽറ്റഡ് ടുവാർഡ്സ് ദ സൺ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. ചിൽഡ്രൻ ലിസൺ ഹിയർ, ദിസ് ഈസ് നോർത്തേൺ ഹെമിസ്ഫിയർ. ഇവിടെ തൊട്ടിട്ട് ഇതുവരെയുള്ള ഈ മുകളിലത്തെ ഈ ഹാഫ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയർ. ഓക്കെ, നോർത്തേൺ ഹെമിസ്ഫിയർ it shows the situation during that half of the year when the northern hemisphere is tilted towards the sun and the southern hemisphere is tilted away from it. Okay, southern hemisphere is tilted away from it. Northern hemisphere tilted towards the sun. ഈ സമയത്ത് ഏതാണ്? നോർത്തേൺ ഹെമിസ്ഫിയർ ആണ് സണ്ണിന് ടിൽറ്റഡ് ആയിട്ടുള്ളത്. സദേൺ ഹെമിസ്ഫിയർ എന്താണ്? എവേ ആണ്, അതിൽ നിന്ന് ദൂരെയായിട്ടാണ്. ദെൻ here measure the part of the equatorial circle which fall in the lit and dark zone using a piece of thread. You will see that both the lit and dark part of the circle are equal. ആ സമയത്ത് നമ്മൾ മെഷർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡാർക്ക് പാർട്ടും അതുപോലെ തന്നെ ഇവിടെ ലിസൺ, fall in the lit and dark zone using a piece of thread. You will see that both the lit and dark part and the circle are equal. ഡാർക്ക് പാർട്ടിലും അതുപോലെ തന്നെ ലിറ്റിലും ഈക്വൽ ആയിട്ടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ദിസ് പോയിന്റ് വിൽ മൂവ് ആസ് ദ എർത്ത് റൊട്ടേറ്റ്. ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയണത്? എർത്ത് റൊട്ടേറ്റ് എന്ന് പറയുന്നത്. It will complete one circle in 24 hours and will remain in sunlight and darkness for 12 hours each. അപ്പോൾ അത് രണ്ടും തുല്യമാവുന്ന സമയത്ത് 24 hours 1 day is equal to 24 hours. അപ്പോൾ 12 hours ഡേയും 12 hours നൈറ്റും അല്ലേ. ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 മണിക്കൂർ പകലാണെങ്കിൽ 12 മണിക്കൂർ രാത്രിയായിരിക്കും. Thus, the duration of day and night at any place on the equator is equal. ആ സമയത്ത് ഇക്വേറ്ററിലുള്ള ഏത് സ്ഥലം നോക്കുകയാണെങ്കിലും അവിടെയുള്ള ഡേയും നൈറ്റും ഈക്വൽ ആയിരിക്കും. 12 hours day, 12 hours നൈറ്റ്. You can also verify by measuring as above that as we go on north, the length of lit part of a parallel is more than the dark part. It means that days become longer, night shorter from the equator towards the north pole during this half of the year. ഇനി അവിടെ നിന്ന് നമ്മളിങ്ങനെ മൂവ് ചെയ്ത് നോർത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡേ ടൈം കൂടുതലും നൈറ്റ് കുറവുമായിരിക്കും. അങ്ങനെയായിരിക്കും ഒരു 6 മാസക്കാലം. എങ്ങനെയാണെങ്കിൽ സണ്ണിൻ്റെ അങ്ങോട്ട് ടിൽട്ടാണ് നോർത്തേൺ ഹെമിസ്ഫിയർ എന്നുണ്ടെങ്കിലാണ് ഈ പറയുന്ന മാറ്റങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇക്വേറ്ററിലൂടെ ഉള്ളതിനടുത്ത് സെയിം ആയിരിക്കും, ഡേയും നൈറ്റും കറക്റ്റ് ആയിരിക്കും. പക്ഷേ നോർത്തിൻ്റെ ഇവിടേക്ക് വരും തോറും എന്താവുന്നാണ് പറഞ്ഞിട്ടുള്ളത്? യെസ്, അവിടെ ലോങ് ആയിട്ടുള്ള ഡേ ആയിരിക്കും, ഷോർട്ട് നൈറ്റ് ആയിരിക്കും. Then a small region around the North Pole falls only on the lighted part. In other words, this area around the North Pole has 6 months of daylight.
Listen here. It means that days towards the North Pole during this half of the year, a small region around the North Pole falls only in the lighted part. In other words, this area around the North Pole has 6 months of daylight. അല്ലേ? നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നോർത്ത് പോളിൽ 6 months ഓഫ് ഡേ ലൈറ്റ്, 6 മാസക്കാലം എന്തായിരിക്കും അവിടെ ഡേ ലൈറ്റ്. ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ദിസ് സിറ്റുവേഷൻ ഇസ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ്. ആസ് വൺ മൂവ്സ് ഫ്രം ദ ഇക്വേറ്റർ ടു ദ സൗത്ത് പോൾ, ഡേയ്സ് ബിക്കം ഷോർട്ടർ ആൻഡ് നൈറ്റ് ലോങ്ങർ. നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇക്വേറ്ററിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോയി വരുന്നു, നോർത്തിലേക്ക് പോകും തോറും എന്താ സംഭവിക്കുന്നത്? പകൽ കൂടുതലായിട്ട് രാത്രി കുറഞ്ഞു വരും. ഇനി തിരിച്ച് സൗത്തിലേക്ക് പോവുകയാണെങ്കിൽ രാത്രി കൂടുതലും പകൽ കുറഞ്ഞു വരും. എന്ന് പറഞ്ഞാൽ ഇരുട്ട് കൂടുതലായിട്ടും ഡേ ലൈറ്റ് കുറവുമായിട്ടാണ് വരുന്നത്. In the southern hemisphere, the situation is just the opposite. As one moves from the equator to the south pole, days become shorter and nights longer during this half of the year. The area around the south pole is in darkness. In other words, places near the south pole have 6 months of darkness. എന്ന് പറഞ്ഞാൽ സൗത്ത് പോളിൻ്റെ നമുക്കറിയാം ഇത് നോർത്ത് പോളാണ്, ഇത് സൗത്ത് പോളാണ്. ഇക്വേറ്ററിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഈക്വൽ ആയിരിക്കും ഡേയും നൈറ്റും. പക്ഷേ നോർത്തിലേക്ക് ഇവിടേക്ക് പോകും തോറും ഡേ ടൈം കൂടുകയും നൈറ്റ് കുറയുകയും ചെയ്യും. അല്ലെങ്കിൽ നോർത്ത് പോളിൽ അല്ലെങ്കിൽ ഒരു 6 മാസക്കാലം ഡേ ലൈറ്റ് മാത്രമാണെന്ന് പറയാം, കുറച്ച് ഏരിയയിൽ എന്ന് പറയാം. പക്ഷേ സൗത്തിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടേക്ക് പോകും തോറും നൈറ്റ് കൂടുതലും ഡേ ടൈം കുറയുകയും ചെയ്യാണ്. അപ്പം ഈ സൗത്ത് പോളിൽ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ എന്തായിരിക്കും 6 months അങ്ങനെ ഇൻക്ലിനേഷൻ്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാവുന്ന പറഞ്ഞാൽ ടിൽട്ടാവുന്ന സമയത്ത് എന്താവുന്ന പറഞ്ഞിട്ടുള്ള അവിടെ ഫുൾ ഓഫ് ഡാർക്ക്നെസ് ആയിരിക്കുമെന്നാണ് പറയണത്. ഓക്കെ, ദെൻ സദേൺ ഹെമിസ്ഫിയർ tilted towards the sun. ഇത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? നോർത്തേൺ ഹെമിസ്ഫിയർ tilted towards the sun ആണ് സമയത്താണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സദേൺ ഹെമിസ്ഫിയർ tilted the sun. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് നോർത്തേൺ ഹെമിസ്ഫിയർ tilted the sun അല്ലേ? നോർത്തേൺ ഹെമിസ്ഫിയർ സണ്ണിലേക്ക് tilted ആവുന്ന സിറ്റുവേഷൻ. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സദേൺ ഹെമിസ്ഫിയർ tilted towards the sun. Now look at figure 4.5. It shows the earth during the 6 months when the southern hemisphere is included towards the sun. As before, you can verify that places on the equator have days and nights of equal duration. So we see that the inclination of the earth axis does not affect the duration of days and night on the equator. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോൾ നേരത്തെ നോർത്തേൺ ഹെമിസ്ഫിയർ ഇൻക്ലിനേഷനോ അല്ലെ സണ്ണിലേക്ക് ഇൻക്ലിനേഷൻ ആവുന്ന സമയത്തോ ഇനി സദേൺ ഹെമിസ്ഫിയർ ഇൻക്ലിനേഷൻ ആവുന്ന സമയത്തോ ഇതൊന്നും ആരെ ബാധിക്കില്ല. ഇക്വേറ്ററിൽ അല്ലേ, ഇക്വേറ്ററിൽ എപ്പോഴും എന്തായിരിക്കും തുല്യമായിട്ടുള്ള, ആരെങ്ങോട്ട് ചെരിഞ്ഞാലും വേണ്ടില്ല, അവിടെ എപ്പോഴും ഫിക്സഡ് ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, thus the places on the equator always have days and night of equal duration. അതുകൊണ്ട് ഇക്വേറ്ററിൽ എപ്പോഴും ആ നൈറ്റിൻ്റെയും അതുപോലെ തന്നെ ഡേ ടൈമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇക്വേറ്ററിലെ എല്ലാ പ്ലേസസിലും സെയിം ആയിരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. ദെൻ during this half of the year, places in the northern hemisphere have longer night and shorter days. During this half of the year, ഇപ്പോൾ നമ്മൾ സദേൺ ഹെമിസ്ഫിയർ tilted towards the sun ആണ് ഡിസ്കസ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പ്ലേസസ് ഓഫ് ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഹാവ് ലോങ്ങർ നൈറ്റ് ആൻഡ് ഷോർട്ടർ. ഇപ്പോൾ സദേൺ ഹെമിസ്ഫിയർ ആണ് ടിൽറ്റഡ് ആയിട്ടുള്ളത്. ആ സമയത്ത് ഇവിടെ സംഭവിച്ചതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നേരത്തെ പറഞ്ഞു നോർത്തിൽ കൂടുതൽ ഡേ ടൈമും കുറച്ച് നൈറ്റും ഉള്ളതുകൊണ്ട്, ഇപ്പോൾ നേരെ തിരിച്ചാണ്. ഇപ്പോൾ നോർത്തിൽ കൂടുതൽ നൈറ്റും കുറച്ച് ഡേ ടൈമുമായി മാറിയിട്ടുണ്ട്. ലിസൺ, പ്ലേസസ് നിയർ ദ നോർത്ത് പോൾ ഹാവ് ഒൺലി ഡാർക്ക്നെസ് ആൻഡ് നോ ലൈറ്റ്. അപ്പോൾ 6 മാസം നോർത്ത് പോളിൽ വെറും വെളിച്ചമായിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡേ ടൈം ആയിരുന്നെങ്കിൽ ഇനി അടുത്ത 6 മാസം ഫുള്ള് ഇരുട്ടാണ്. അപ്പോൾ സൗത്ത് പോളിൽ എന്തായിരിക്കും, നേരത്തെ ഫുള്ള് ഇരുട്ടിൽ കിടന്നെടുത്തപ്പോൾ അവിടെ എന്തായിരിക്കും, ഫുള്ള് വെളിച്ചമായിരിക്കും. Then places near the North Pole have only darkness and no light. In the southern hemisphere,
the days will longer and night shorter. ഇവിടെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ സദേണിൽ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ലോങ്ങർ ആയിട്ടുള്ള ഡേയ്സ് ആണ്, ഷോർട്ടർ ആയിട്ടുള്ള നൈറ്റാണ്. ദെൻ ദ സൗത്ത് പോൾ ഹാസ് ഡേ ലൈറ്റ് ആൻഡ് നോ ഡാർക്ക്നെസ് ഫോർ ദ ഹാഫ് ഓഫ് ദ ഇയർ. ഒരു വർഷത്തിൻ്റെ പകുതി കാലം എന്താണ് ഇപ്പോൾ അവിടെ ഫുള്ള് ഇരുട്ടാണ്. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? നോർത്തേൺ ഹെമിസ്ഫിയർ ടിൽറ്റഡ് ടുവാർഡ്സ് ദ സൺ ആകുമ്പോൾ നോർത്തിൽ ഫുള്ള് 6 മാസക്കാലം നോർത്ത് പോളിൽ എന്തായിരിക്കും, വെളിച്ചമായിരിക്കും എന്ന് പറഞ്ഞു. ഇനി സദേൺ ഹെമിസ്ഫിയർ ടിൽറ്റഡ് ദ സൺ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ സൗത്തിൽ 6 മാസം എന്തായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്, വെളിച്ചമായിരിക്കും. ഓക്കെ, ദാറ്റ് ഓൺലി, സിമ്പിളാണ്. ദെൻ ഹിയർ thus we see that days and nights are unequal because the earth axis is tilted. അതുകൊണ്ടാണ് ഡേയ്സ് നൈറ്റൊക്കെ അണീക്കലാണ്. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്കിങ്ങനെ മാറ്റം വരും. നമ്മൾ പറയും ഇപ്പോൾ പകലാണ് കൂടുതൽ, രാത്രി കുറവാണ്, അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെയും അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൻ്റെയൊക്കെ ടിൽറ്റഡ് ആണ്. അല്ലെങ്കിൽ ജനറലായിട്ട് വി ക്യാൻ സേ ദ ടിൽറ്റഡ് ദ എർത്ത് അല്ലേ, ഇതിൻ്റെ ഈ ചരിവാണ് ഇതിന് കാരണമായിട്ടുള്ളത്. ഡേയും നൈറ്റും ഒക്കെ ഇത് ഒരു ചേഞ്ചസ് വരില്ല, വലിയ മാറ്റം വരില്ല, അല്ലെങ്കിൽ ഫിക്സഡ് ആയിരിക്കും ഇക്വേറ്ററിലാണെങ്കിൽ മാത്രം. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. അപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ ആയിട്ട് അൺഈക്വൽ ഡേയ്സ് ആൻഡ് നൈറ്റ് ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ചേഞ്ച്. ഇനി സെക്കൻഡ് വൺ, ചേഞ്ച് ഇൻ എമൗണ്ട് ഓഫ് ഹീറ്റ് റിസീവ്ഡ് അല്ലേ, ചൂട് റിസീവ് ചെയ്യുന്നത്. ചേഞ്ച് ഇൻ എമൗണ്ട് ഓഫ് ഹീറ്റ് റിസീവ്ഡ് അല്ലേ, ചൂട് റിസീവ് ചെയ്യുന്നതിലുണ്ടാവുന്ന മാറ്റം. അതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചേഞ്ച് ഇൻ എമൗണ്ട് ഓഫ് ഹീറ്റ് റിസീവ്ഡ്. ദ പോർഷൻ ഓഫ് ദ എർത്ത് വിച്ച് ഈസ് ടിൽറ്റഡ് ടുവാർഡ്സ് ദ സൺ റിസീവ്സ് മോർ ഡയറക്റ്റ് റേസ് ഓഫ് ദ സൺ അല്ലേ. ദ പോർഷൻ ഓഫ് ദ എർത്ത് വിച്ച് ഈസ് ടിൽറ്റഡ് ടുവാർഡ്സ് ദ സൺ, എർത്ത് ഇങ്ങനെ സണ്ണിന് നേരെ ഇങ്ങനെ ടിൽറ്റ് ചെയ്യണ സമയത്ത്, ഓക്കെ, ദ പോർഷൻ ഓഫ് ദ എർത്ത് വിച്ച് ഈസ് ടിൽറ്റഡ് ടുവാർഡ്സ് ദ സൺ റിസീവ് മോർ ഡയറക്റ്റ് റേസ് ഓഫ് ദ സൺ, ദ അതർ പോർഷൻ റിസീവ് മോർ സ്ലാൻഡിങ് റേസ്. കുറേ അപ്പോൾ എങ്ങോട്ടാണ് ടിൽറ്റ് അല്ലെ, ഏത് ഭാഗമാണ് സൂര്യന് നേരെ, അവിടേക്ക് കൂടുതലായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൺലൈറ്റ് കിട്ടും, അല്ലാത്ത ഭാഗത്തേക്ക് ചരിഞ്ഞിട്ടായിരിക്കും, ഒരു സ്ലാൻഡിങ് ആയിട്ടുള്ള റേസാണ് ഉണ്ടാവുന്നത്. The inclination of the sun rays at a given place keep changing throughout the year. അപ്പോൾ എന്താണ്, വർഷം മുഴുവനും ഇത് എന്തുണ്ടാവും, ചേഞ്ചിങ് ഉണ്ടാവും, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. The amount of heat that any place receive depend on the inclination of sun rays. അപ്പോൾ നമ്മൾ പറഞ്ഞു പകലും രാത്രിയും മാറ്റം ഉണ്ടാവും, അല്ലെ പകൽ കൂടുതൽ സമയം രാത്രി കുറവും, അല്ലെ രാത്രി കൂടുതൽ സമയം പകൽ കുറവൊക്കെ ഉണ്ടാവുന്നത് ഇൻക്ലിനേഷൻ ഓഫ് ദ എർത്താണ് അതിന് കാരണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ചൂട് ഭയങ്കര കൂടുതലാണ്, അല്ലെ നമ്മൾ സമ്മർ സീസൺ, വിൻ്റർ സീസൺ, റെയിനി സീസൺ, അങ്ങനെ നമ്മൾ ആ സമ്മർ സീസണിലൊക്കെ ചൂട് നന്നായിട്ടുണ്ട്, അല്ലെ കൂടുതലാവാനുള്ള കാരണം അതും എന്ത് തന്നെയാണ്, ഇൻക്ലിനേഷൻ ഓഫ് ദ എർത്ത്. ഓക്കെ, the amount of heat that any place receive depends on the inclination of the sun's rays. The amount of heat is greater when the rays are vertical. അല്ലേ, റേസ് വേർട്ടിക്കൽ ആവുമ്പോൾ അല്ലെ കുത്തനെ ആവുന്ന സമയത്താണ് കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടുന്നത്. This is mainly because the vertical rays of the sun get concentrated on a smaller area. എന്തുകൊണ്ടാണത്, വേർട്ടിക്കൽ റേസ് ആകുമ്പോൾ കുത്തനെ ആകുമ്പോൾ എന്താണ്, ഒരു സ്മോളർ ഏരിയയിൽ മാത്രമേ അതിൻ്റെ റേസ് വരുന്നുള്ളൂ അല്ലേ. നമ്മളിങ്ങനെ ഒരു ഇതിലേക്ക് ടോർച്ച് അടിക്കുകയാണെങ്കിൽ ആ ഡയറക്റ്റായിട്ട് വരുന്ന ആ പ്ലേസിലേക്കായിരിക്കും കൂടുതലായിട്ട് അതിൻ്റെ പ്രകാശം അല്ലെങ്കിൽ നമുക്കൊരു ചൂട് അനുഭവപ്പെടുന്നത് അല്ലേ, അതിൻ്റെ ചുറ്റുമുള്ളതിനേക്കാൾ. വാട്ട് ഈസ് ദ റീസൺ, വേർട്ടിക്കലായിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബൾബിൻ്റെ ചോട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും തൊട്ട് താഴെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നമുക്ക് ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. വാട്ട് ഈസ് ദ റീസൺ, ഡയറക്ട്ലി. ഓക്കെ, ഹിയർ ദിസ് ഈസ് മെയിൻലി ബിക്കോസ് ദ വെർട്ടിക്കൽ റേസ് ഓഫ് ദ സൺ ഗെറ്റ് കോൺസെൻട്രേറ്റഡ് ഓൺ എ സ്മോളർ ഏരിയ വേർ ദ സ്ലാൻറ്റഡ് റേസ് ഗെറ്റ് സ്പ്രെഡ് ഓവർ എ വൈഡർ ഏരിയ. വേർട്ടിക്കൽ എപ്പോഴും ഒരു സ്മോളർ ഏരിയയിൽ കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഉണ്ടാവില്ല, സ്ലാൻഡർ ആണെന്നുണ്ടെങ്കിൽ പല ഏരിയയിലേക്ക് ഇങ്ങനെ ചിന്നി ചെതറി പോയിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിൻ്റെ തൊട്ട് താഴെ ഉള്ളതാണെങ്കിൽ ഡയറക്റ്റ് ആയിരിക്കും. Thus, the vertical rays cause more heating. അതുകൊണ്ട് തന്നെ vertical rays എന്തിന് കാരണമാകുന്നുണ്ട്, more heating. In the morning, when the sun rays are slanting, it is cooler.
ഇൻ ദ മോർണിംഗ് വെൻ സൺറൈസ് ആർ സ്ലാൻഡിങ് ഇറ്റ് ഈസ് കൂളർ അല്ലേ. രാവിലെ നമുക്കറിയാം സ്ലാൻഡിങ് ആണ്, ഒരു ചെരിഞ്ഞിട്ടുള്ള അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂളറായിരിക്കും. സൂര്യപ്രകാശം വരുന്നുണ്ട്, അതൊരിക്കലും നമുക്ക് തലയ്ക്ക് മുകളിൽ വേർട്ടിക്കലല്ല, അതുകൊണ്ട് അതെന്താണ് ഒരു കൂളിംഗ് ആണ്. ആ സമയത്ത് നമുക്ക് അത്ര ചൂട് അനുഭവപ്പെടാറില്ല. ബട്ട് ആസ് ദ ഡേ അഡ്വാൻസസ് ദ സൺറൈസ് ഗ്രാജുവലി ബിക്കം മോർ ഡയറക്റ്റ്. പക്ഷേ ദിവസം ഇങ്ങനെ അല്ലെങ്കിൽ ഒരു രാവിലെ ആയി കുറച്ച് കഴിഞ്ഞ് 10 മണിയായി 11 മണിയായി അതിനനുസരിച്ച് എന്തായിരിക്കും ഇതിലിങ്ങനെ മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അത് മാറി 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 എന്താണ് ചൂടും അതിനനുസരിച്ച് കൂടുന്നുണ്ട്. Then you must have noticed that midday or noon is the hottest time of the day. നമ്മൾ നോട്ടീസ് ചെയ്യില്ലേ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും ചൂടുള്ള സമയം ഉച്ച സമയമാണ്. നമ്മൾ പറയാം ഇപ്പോൾ ഒരു വെയിലത്തൊന്നും പുറത്ത് പോകാൻ വയ്യാന്ന് പറയാം. ഏറ്റവും അധികം ചൂട് വരുന്ന സമയം എന്ന് പറയുന്നത് ആ ന്യൂൺ ടൈമിലാണ്, ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ടൈം. ആഫ്റ്റർ ദിസ് ദ സൺ റേസ് ഗ്രാജുവലി ബിക്കം സ്ലാൻഡിങ് അഗെയിൻ. ആ ഉച്ച സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എന്താണ് ഇതെന്ത് ചെയ്യുന്നുണ്ട്, സ്ലാൻഡിങ് ആണ്. ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആ ചൂട് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഇങ്ങനെ ഉച്ച സമയത്ത് നല്ല ചൂടും അല്ലാത്ത സമയത്ത് ചൂട് കുറഞ്ഞു വരിക, അതിനൊക്കെ റീസൺ എന്ന് പറയുന്നത് ഇൻക്ലിനേഷനാണ്. എല്ലാത്തിനും റീസൺ എന്ന് പറയുന്നത് എന്താണ്, ഇൻക്ലിനേഷനാണ് അല്ലെങ്കിൽ ടിൽറ്റാണ്. ഓക്കെ, that is why the temperature starts falling as evening comes. നമുക്കറിയാം വൈകുന്നേരം ആകുമ്പോഴത്തേന് എന്തായിരിക്കും ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ട്, ചൂട് കുറഞ്ഞ് വൈകുന്നേരം ആവുന്ന സമയമാകുമ്പോഴത്തേന് അത് എന്താണ് പറയണത് അല്പമായിട്ട് അങ്ങനെ കുറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഡേയും നൈറ്റും വ്യത്യസ്തമാവാനുള്ള കാരണം ഇൻക്ലിനേഷനാണ്. ചൂടും തണുപ്പൊക്കെ ഉണ്ടാവാൻ അതും ഇൻക്ലിനേഷനാണ്. ഓക്കെ, ദെൻ ഹിയർ then depending upon this, that is the season ആണ്. Next we want to discuss related to this topic, that is season. Okay, season we will discuss later. Before discussing that, I just repeat the same topic. Here we discussed revolution. There is a most important thing, leap year. We already discussed leap year ആണ്. ആദ്യ വർഷത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. 4 വർഷം കൂടുമ്പോഴാണ് ലീപ്പ് ഇയർ ഉണ്ടാകുന്നത്. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയർ വിച്ച് ഹാസ് 366 days is called leap year. Leap year, the month of February has 29 days instead of 28. 28ന് പകരം 29 days വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. Then the tilt and motion around the sun has the following consequence. അല്ലെങ്കിൽ ഈ എർത്തിൻ്റെ ടിൽട്ട് അല്ലെങ്കിൽ മോഷൻ അറൗണ്ട് ദ സൺ, സൂര്യന് ചുറ്റും ഇങ്ങനെ എർത്ത് ഇങ്ങനെ ചലിക്കുന്നുണ്ട്, മൂവ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്ത്. ഫസ്റ്റ്ലി വി ഡിസ്കസ് അബൌട്ട് ദ അൺഈക്വൽ ഡേയ്സ് ആൻഡ് നൈറ്റ്. അതിൽ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് അൺഈക്വൽ ഡേയ്സ് ആൻഡ് നൈറ്റ് ആണ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നോർത്തേൺ ഹെമിസ്ഫിയർ ടിൽറ്റഡ് ടുവാർഡ്സ് ദ സണ്ണും സദേൺ ഹെമിസ്ഫിയർ ടിൽറ്റഡ് ടുവാർഡ്സ് ദ സണ്ണാണ്. ദെൻ വി ഡിസ്കസ് അബൌട്ട് ചേഞ്ച് ഇൻ എമൗണ്ട് ഓഫ് ഹീറ്റ് റിസീവ്ഡ് അല്ലേ. ചൂട് റിസീവ് ചെയ്യുന്നതിൽ ചേഞ്ചസ് വരാനുള്ള കാരണം എന്താണ്, രാവിലെ എന്താണ് ചൂട് കുറവ്, ഉച്ചയാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സൂര്യപ്രകാശം ഭയങ്കരമായിട്ട് തോന്നുന്നത്, ചൂട് കൂടാനും വൈകുന്നേരം ആകുമ്പോൾ എങ്ങനെയാണ് ചൂട് കുറയണത്, എല്ലാതിൻ്റെയും റീസൺ എന്ന് പറയുന്നത് ടിൽട്ടാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ചെരിവാണ്, ഇതിങ്ങനെ ചെരിഞ്ഞ് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, ദെൻ ഓൾ ഓഫ് യു ഷുഡ് റീഡ് this part 3 times and also want to study very well. Okay, to be continued on next class. Thank you children.